Hey guys, നമ്മുടെ ഇമാജിനേഷൻസ് ചാനലിൽ നമ്മളൊരു എക്സൽ ട്യൂട്ടോറിയൽ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് അത് ചെയ്തു. ING ടിപ്സ് വെച്ചിട്ടുള്ള 2 വീഡിയോസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. സോ ടുഡേ ഇസ് ദ തേർഡ് വീഡിയോ ഓഫ് ദാറ്റ് സീരീസ്. ഇന്നും നമ്മൾ 5 ടിപ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കൊരു സെല്ലുണ്ട്, ആ സെല്ലിൽ കുറേ ഡാറ്റ ഉണ്ട്. ആ ഡാറ്റയുടെ കൂടെ ഒരു വാല്യൂ അല്ലെങ്കിൽ മറ്റൊരു ഇൻഫർമേഷൻ എങ്ങനെ ആഡ് ചെയ്യാം. സെക്കൻഡ് ടിപ്പ് ഈസ് നമുക്കൊരു ഡാറ്റയിൽ ടെക്സ്റ്റും അതുപോലെ തന്നെ നമ്പേഴ്സും കൂടെ മിക്സ് ആയി കിടക്കുന്ന മെസ്സി ആയി കിടക്കുന്ന ഡാറ്റ നമുക്ക് അങ്ങനെ ക്ലെൻസ് ചെയ്തെടുക്കാം. തേർഡ് വൺ, നമുക്ക് ഓൾറെഡി ഒരു സെല്ലുണ്ട്, ആ സെല്ലിൽ ഡാറ്റാസ് ഉണ്ട്. ആ ഡാറ്റ നമ്മൾ വേറെ സെല്ലിൽ തന്നെ അതേ സെല്ലിൽ തന്നെ എങ്ങനെ നമുക്ക് മോർ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാം. നാലാമത്തെ ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 2 ഡാറ്റാസ് സിമിലർ ഡാറ്റാസ് നമ്മൾ കമ്പാരിസൺ ആണ്. നമുക്കതിൽ ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ. ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, സിമിലർ ഡാറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയെങ്കിൽ നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ, നമുക്ക് റിയൽ ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മുടെ കയ്യിൽ സെയിൽസ് ഡാറ്റാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ സെയിൽസ് ട്രെൻഡ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, ടിപ്പ് നമ്പർ 1, നമ്മുടെ കയ്യിൽ ഒരു വാല്യൂ ഡാറ്റ ഷീറ്റ് ഉണ്ട്. അതിലേക്ക് ഒരു വാല്യൂ എങ്ങനെ ആഡ് ചെയ്യാം. വളരെ സിമ്പിളാണ്. നമുക്ക് ഡാറ്റ വാല്യൂ ആഡ് ചെയ്യേണ്ട ആ കോളത്തിൽ പോകാം. ഈക്വൽ ടു പ്രസ് ചെയ്യുക, നമുക്ക് കോഡ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ 100 എന്ന നമ്പറാണ് ഇതിന് മുമ്പിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ 100 എന്ന നമ്പർ കൊടുത്തു, കോഡ്സ് ക്ലോസ് ചെയ്തു. ആൻഡ് എന്നുള്ള സംഭവം, അതിൻ്റെ കൂടെ ആൻഡ് കോളം സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. സോ ഇവിടെ ഡാറ്റയുടെ 1 2 3 4 എന്ന ഡാറ്റയുടെ മുമ്പ് 100 എന്ന നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെൽസിലേക്കും ആ 100 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. ഇനി ഈ നമ്പേഴ്സിനെ പകരം നമുക്കൊരു ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ ഡാറ്റാസ് എല്ലാം ഡിലീറ്റ് ചെയ്തു. ഈക്വൽ ടു നമുക്കെന്ത് കൊടുക്കാം, ആഡ് എന്നുള്ള വാല്യൂ തന്നെ കൊടുക്കാം. കോഡ്സ് ഓപ്പൺ ചെയ്തിട്ട് ആഡ് ആൻഡ് ഡാറ്റ കോളം സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. നമ്മൾ ഡബിൾ ക്ലിക്ക് കഴിഞ്ഞാൽ എല്ലാ കോളത്തിലേക്കും ആ ഫോർമുല അപ്ലൈ ആയിട്ടുണ്ട്. വെരി സിമ്പിൾ. നമുക്ക് റിയൽ ലൈഫിൽ ചിലപ്പം വളരെയധികം ആവശ്യം വരുന്നൊരു ഫങ്ഷനാലിറ്റിയാണിത്. ഇനി സെക്കൻഡ് കേസിൽ നമുക്ക് മെസ്സി ആയ ഡാറ്റ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പേഴ്സും ന്യൂമറസും കൂടെ മിക്സായി കിടക്കുകയാണ്. ഇത്തരം ഡാറ്റ നമുക്ക് എങ്ങനെ ക്ലെൻസ് ചെയ്തെടുക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫിൽ ഫങ്ഷണൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ആൽഫബറ്റിക് പാർട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സോ ഡേറ്റ എന്ന് ടൈപ്പ് ചെയ്തു, നമ്മൾ ആ കോളം സെലക്ട് ചെയ്തു, ഡാറ്റ എന്ന കോളത്തിൽ പോയി ഫ്ലാഷ് ഫില്ലിൻ്റെ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ മറ്റൊരു യൂസാണ്, ഫ്ലാഷ് ഫിൽ ചെയ്തു. ഓക്കെ, ആ ഡാറ്റയിൽ നിന്നും നമുക്ക് എല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് നമ്പേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്, ടെക്സ്റ്റ് മാത്രം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേസിൽ നമുക്കിപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് അത് ഈ ആൽഫബറ്റ്സ് ഫസ്റ്റിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത്. അല്ല, നമുക്ക് നമ്പേഴ്സും ഇങ്ങനെ ഇത്തരത്തിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സോ ഞാൻ ഡാറ്റ എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ഫസ്റ്റ് കോളത്തിലെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തു 1 2 3 4. ഓക്കെ, ഞാൻ ആ കോളം സെലക്ട് ചെയ്തു, ഫ്ലാഷ് ഫിൽ എടുത്തു. അപ്പം നമുക്ക് മെസ്സി ഡാറ്റയിൽ നിന്നും ന്യൂമറിക് വാല്യൂ മാത്രം സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. വെരി സിമ്പിൾ. സോ ടിപ്പ് നമ്പർ 3, നമുക്ക് ഓൾറെഡി സെല്ലിലുള്ള വാല്യൂവിന് മുമ്പിൽ എന്തെങ്കിലും ഡാറ്റ ആഡ് ചെയ്യണം. നമുക്കിത് എങ്ങനെ ആഡ് ചെയ്യാം. റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കയ്യിൽ ഡാറ്റ ഷീറ്റിൽ കുറച്ച് മൊബൈൽ നമ്പേഴ്സ് ഉണ്ട്, അതിന് മുമ്പിൽ 0 ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റിൽ കുറച്ച് IST കോഡ്സ് ഉണ്ട്, അതിന് മുമ്പിൽ 00 ആഡ് ചെയ്യണം. അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെയുള്ള ഡാറ്റ അങ്ങ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഡാറ്റ സെലക്ട് ചെയ്തിട്ട് ആ സെൽ ഫോർമാറ്റിങ്ങിൻ്റെ ടൂൾ ബാർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കീബോർഡ് ഷോർട്ട് കട്ടാണ്. വിൻഡോസ് യൂസ് ചെയ്യുന്നവർ Ctrl+1, മാക് യൂസ് ചെയ്യുന്നവർ Command+1. സിമ്പിളായിട്ട് ഓപ്പൺ ആയി. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കീബോർഡ് ഷോർട്ട് കട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നെക്സ്റ്റ് എക്സൽ ട്യൂട്ടോറിയൽ വീഡിയോ എന്നതിൽ എക്സലിൽ യൂസ് ചെയ്യുന്ന നമുക്ക് വളരെ യൂസ്ഫുള്ളായ നമ്മൾ വർക്കിംഗ് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാനുള്ള കീബോർഡ് ഷോർട്ട് കട്ട്സ് ആണ്. ഓക്കെ, സോ ബാക്ക് ടു ദ വീഡിയോ. ഇപ്പോൾ നമുക്ക് ഈ ഫോർമാറ്റ് സെല്ലിൽ നിന്നുള്ള ടൂൾ ബാർ ഓപ്പൺ ആയി. നമുക്ക് താഴെ പോയിട്ട് കസ്റ്റം കൊടുക്കാം. കസ്റ്റം കൊടുക്കുമ്പോൾ മേലെ ടൈപ്പ് ജനറൽ ഉണ്ട്, അതങ്ങ് വായിച്ച് കളയാം. ഇവിടെ ഞാൻ 00 എന്നതിന് വാല്യൂ മുമ്പിൽ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ നമുക്കിവിടെ മൊത്തം 1 2 3 4 5 6 zeros കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി അവിടെ 4 വാല്യൂ ഉണ്ട്, അതിന് മുമ്പിൽ 2 zeros ആഡ് ചെയ്യാണ്. ഓക്കെ കൊടുക്കാം.
എല്ലാ സെൽസിന് മുമ്പിലും നമുക്ക് 2 സീറോസ് ആഡ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ടിപ്പ് നമ്പർ 4, നമ്മുടെ കയ്യിൽ സെയിം സെറ്റ് ഓഫ് ഡാറ്റ 2 ഭാഗത്തുണ്ട്. അപ്പോൾ അതിലുള്ള മിസ്റ്റേക്സ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഡ്യൂപ്ലിക്കേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് സിമിലർ ഡാറ്റ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് മിസ്റ്റേക്സ് ആണ് കാണുന്നത്. അപ്പോൾ അതിൽ യൂണിക് വാല്യൂ ആണ് കാണുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യാം. ഈ ഡാറ്റാസ് സെയിം ഷീറ്റിലും ആവാം, മൾട്ടിപ്പിൾ ഷീറ്റിലും ആവാം. ദാറ്റ് ഡസൻറ്റ് മാറ്റർ, മെത്തേഡ് ഇസ് ദ സെയിം. ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സെയിം ഷീറ്റിലാണ്. കാരണം ഈ ട്യൂട്ടോറിയൽ പർപ്പസിന് അല്ലെങ്കിൽ വീഡിയോ പർപ്പസിന് നിങ്ങൾക്ക് അടുത്തടുത്ത ഡാറ്റ കമ്പയർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഡാറ്റ സെലക്ട് ചെയ്തിട്ടുണ്ട്. വിൻഡോസിലുള്ള യൂസേഴ്സ് ആണെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക. മാക് യൂസേഴ്സ് ആണ് കമാൻഡ് കീ പ്രസ് ചെയ്യുക. ഞാൻ മാക് യൂസ് ചെയ്യുന്ന കമാൻഡ് പ്രസ് ചെയ്തു. സെക്കൻഡ് ഷീറ്റ് സെലക്ട് ചെയ്തു. ഈ 2 ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിലേക്ക് പോവാം. ഹൈലൈറ്റ് സെൽ റൂൾസ് അത് സെലക്ട് ചെയ്യുക. അത് താഴെ വന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിൻ്റെ ഫോർമാറ്റിംഗ് റൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് മാറ്റിയിട്ട് യൂണിക് സെലക്ട് ചെയ്യുക. ഓക്കെ, യൂണിറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഡാറ്റ വാല്യൂവിൽ ഏതാണ് യുണീക്ക് ആയിട്ടുള്ള വാല്യൂ, അതാണ് മാച്ച് ചെയ്യാത്ത വാല്യൂസ് ഏതാണ് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, സിമ്പിൾ അല്ലേ? ടിപ്പ് നമ്പർ 5, നമ്മളൊരു സെയിൽസ് ഡാറ്റ ഉണ്ട്. നമുക്ക് അതിൻ്റെ സെയിൽസ് ട്രെൻഡ് പ്ലോട്ട് ചെയ്യണം. കാരണം നോർമൽ സെയിൽസ്മാൻമാർക്ക് നമുക്ക് കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു ERP സിസ്റ്റമോ അല്ലെങ്കിൽ CRM സിസ്റ്റമോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസ് മാനേജേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ഹെഡോ ഹൗസ് യുവർ സെയിൽസ് ട്രെൻഡ് ഗോയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം ഇവിടെ സെയിൽസ് ഡാറ്റ വാല്യൂസ് ഉണ്ട്. ഞാനത് സെലക്ട് ചെയ്തു. നമുക്ക് ആദ്യം അത് വെച്ചിട്ടൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇൻസേർട്ടിൽ പോവാം. റെക്കമെൻഡഡ് ചാർട്ട്സ് പോയിട്ട് നമുക്ക് ഗ്രാഫ് സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഓൾറെഡി ലൈൻ ഗ്രാഫ് ഉണ്ട്. ഇത്തരത്തിൽ നമുക്ക് ട്രെൻഡാണ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് ലൈൻ ഗ്രാഫാണ്. ഞാൻ ലൈൻ ഗ്രാഫ് സെലക്ട് ചെയ്തു. ഇതിൽ ഫസ്റ്റ് വൺ തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ലൈൻ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെയിൽസ് ട്രെൻഡ് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഉള്ളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാല്യൂസിന് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക്, ആഡ് ട്രെൻഡ് ലൈൻ. ആഡ് ട്രെൻഡ് ലൈൻ നോക്കുമ്പോൾ നമുക്ക് ഫോർമാറ്റ് ട്രെൻഡ് ലൈനിൻ്റെ എന്നുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. എക്സ്പോണൻഷ്യൽ ഉണ്ട്, ലീനിയർ ഉണ്ട്, ലോഗറിതമിക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ആണെങ്കിൽ എപ്പോഴും ബെറ്റർ ലീനിയർ ലൈനാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ സെയിൽസ് ട്രെൻഡ് എങ്ങനെ പോകുന്നത്. ഇനി നമുക്കത് ബ്യൂട്ടിഫൈ ചെയ്യണം. നമുക്ക് ഒരുപാട് എക്സൽ ചാർട്ടിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ താഴെ ക്ലിക്ക് ചെയ്യുന്ന നിറച്ച ഓപ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും എനിക്കൊരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് ഇതാണ് താല്പര്യം. സോ ഞാൻ ആ ബ്ലാക്ക് സെലക്ട് ചെയ്തു. നമുക്ക് സെയിൽസ് ട്രെൻഡ് ഗ്രാഫ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെയിൽസ് ട്രെൻഡ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. എനിക്കറിയാവുന്ന ഡൗട്ട്സാണ് തീർച്ചയായിട്ടും ഞാൻ ക്ലിയർ ചെയ്തിരുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നാൽ അവരുമായി ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.